ഹലോ ഓൾ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പം എന്തുണ്ട് വിശേഷം? സോ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ US-ആയിട്ട് ബന്ധപ്പെട്ട കോൺഫ്ലിക്റ്റുകൾക്ക് ഒരു അന്ത്യവുമില്ല. ഓരോ ദിവസം പുതിയ ഡെവലപ്മെൻറ്റ്സ്, പുതിയ പുതിയ പ്രശ്നങ്ങൾ, അങ്ങനെ മാർക്കറ്റ് ഇങ്ങനെ നമ്മളെ പരീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഡോ ജോൺസിൻ്റെ ഫ്യൂച്ചർ നിലവിൽ 220 പോയിൻറ്റ്സ് ഡൗൺ സൈഡ് ആണ്. ആൻഡ് യൂറോപ്യൻ മാർക്കറ്റ് സ്റ്റോക്ക് നെഗറ്റീവ്ലി ട്രേഡ് ചെയ്യുകയാണ്. ആൻഡ് ഏഷ്യൻ മാർക്കറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി 149 പോയിന്റ്സ് ഡൗൺ സൈഡ് ആണ്. ഇപ്പം 138 പോയിന്റ്സോളം ഡൗൺ സൈഡ് ആണ്. സോ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് മോസ്റ്റ്ലി കൺഫേംഡ് ആണ്. ഇന്നിപ്പം വേറെ പോസിറ്റീവ്ലി ഉള്ള ഒരു ഓപ്പണിംഗിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. എന്തായാലും ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിലേക്കാണ് മാർക്കറ്റ് നീങ്ങുന്നതെന്നാണ് സൂചിപ്പിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റ് ടോട്ടലി ഒരു പ്രതിസന്ധിയിലാണ്. US മാർക്കറ്റ് ടോട്ടലി ഒരു പ്രതിസന്ധിയിലാണ്. ഇപ്പം ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രസിഡന്റുമായിട്ട് ഒരു ചർച്ച നടത്തിയെന്ന് അറിഞ്ഞു ലെബനനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസിൽ. പക്ഷേ അതൊന്നും കാര്യമില്ല. ഇങ്ങനെ മാർക്കറ്റ് അതിൻ്റെ പേരിൽ വെറി ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പം 15 മിനിറ്റ് നിഫ്റ്റി ചാർട്ട് എടുത്ത് നോക്കുകയാണ് നമ്മൾ. അപ്പം അല്ലെങ്കിൽ ആദ്യം നമുക്കൊരു 1 hour ചാർട്ട് നോക്കാം. ഗ്യാപ്പ് ടോട്ടലി ഫിൽ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് മാർക്കറ്റ് നീങ്ങുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിലേക്കാണ് മാർക്കറ്റ് ടോട്ടലി ഫില്ല് ചെയ്യും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മോസ്റ്റ്ലി 23,169 ആ ഒരു ഗ്യാപ്പ് ഏരിയ ടോട്ടലി ഇന്ന് ഫില്ലാവാനുള്ള പോസിബിലിറ്റിയാണ് കാണുന്നത് 1 hour ചാർട്ടിൽ നോക്കുമ്പോൾ. ആൻഡ് സ്ട്രക്ചറലി സെറ്റപ്പ് നെഗറ്റീവ് തന്നെയാണ്. ഓക്കെ, അപ്പം വെള്ളിയാഴ്ചത്തെ സെല്ലിങ്ങിന് ശേഷം മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആകുമെന്ന് കരുതി, പക്ഷേ സ്റ്റേബിൾ ആയിട്ടില്ല. മാർക്കറ്റ് കൂടുതൽ ഡെപ്തിലേക്ക് നീങ്ങുന്നതായിട്ടാണ് നമുക്ക് സൂചിപ്പിക്കുന്നത്. ഇപ്പം ഞാനും ഷോർട്ട് ടേം ട്രേഡ്സ് പൊതുവെ ഒഴിവാക്കുന്നത് ഇതുകൊണ്ടാണ്. വളരെ മീഡിയം ടേം ട്രേഡ്സ് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ ഡിപ്സിലൊക്കെ. അപ്പോൾ അതായിരിക്കും കുറച്ച് ബെറ്റർ. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഒരു ലിക്വിഡിറ്റി എടുക്കാൻ മാർക്കറ്റിന് പറ്റിയ ഒരു സോണിലേക്കാണ് മാർക്കറ്റ് പോകുന്നത്. എന്തായാലും ഇന്നത്തെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വന്ന് ഈ ഒരു ലിക്വിഡിറ്റി എടുത്ത് തിരിച്ചു കയറാനുള്ള അറ്റംപ്റ്റ് നടത്തുമോ എന്നുള്ളതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. നമുക്ക് നോക്കാം. ആൻഡ് മുകളിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഏരിയ സ്ട്രക്ചറലി മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് സോണായിട്ട് ആക്ട് ചെയ്യും. 24,000 എന്ന് പറയുന്ന സോണ് മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് സോണായിട്ട് ആക്ട് ചെയ്യും. ആൻഡ് മൈനർലി ഉള്ള ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ സോണായിട്ട് ഈ ഒരു സോൺ ആക്ട് ചെയ്യും. 23,690 എന്ന് പറയുന്ന സോണ് മൈനർലി മാർക്കറ്റിൻ്റെ ഒരു സെല്ലിംഗ് ഏരിയ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ആൻഡ് താഴത്തെ ലെവൽസും കൂടെ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. കാര്യം മാർക്കറ്റ് ഡൗൺ സൈഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ നമുക്ക് നോക്കാം. സ്ട്രക്ചറലി ഈ ഒരു ഏരിയയിലെല്ലാം മാർക്കറ്റ് ഒന്ന് ഹോൾഡായി ഒരു ഹൈ തന്ന് വീണ്ടും ഹോൾഡായി. ഇപ്പം ഈ സോൺസിലെല്ലാം മാർക്കറ്റ് തിരിച്ച് റിക്കവറി വന്ന സോണായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഏരിയ മേ ബി മാർക്കറ്റിൻ്റെ ഒരു ഡിമാൻഡ് സോണായിട്ട് ആക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഈ ഒരു സോണിൽ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, 22,729 ശേഷം മാർക്കറ്റിൻ്റെ ഒരു താഴത്തെ ലിക്വിഡിറ്റി ഏരിയ. അപ്പം ഇത്രയും സോൺസ് നമുക്കിന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഈ ഒരു ഏരിയകളിലാണ് മാർക്കറ്റിൽ റിയാക്ഷൻസ് നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. 23,140, 22,880, 22,720 ആൻഡ് 22,201. അപ്പോൾ ഈ സോൺസ് നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ആൻഡ് മൈനർലി ഉള്ള സപ്ലൈ സോണായിട്ട് 24,000 വയ്ക്കാം. ആൻഡ് നമുക്ക് ഇന്ന് കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട. മാർക്കറ്റ് ഡൗൺ സൈഡ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ആണ് ഉള്ളത്. സോ എന്തായാലും ഞാൻ കൂടുതൽ അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും മാർക്കറ്റ് റിയാക്ഷൻസ് അവിടെ നടക്കട്ടെ. കൂടുതൽ സ്റ്റോക്സ് ഒന്നും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല. നിഫ്റ്റിയുടെ ഈ ലെവൽസ് മാത്രം നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാര്യം റിസൾട്ട് സീസൺ എല്ലാം കഴിഞ്ഞു. അപ്പം ഇനി നമ്മൾ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ടത് ഏതൊക്കെ സ്റ്റോക്സ് നമ്മൾ ഹോൾഡ് ചെയ്യണം ആൻഡ് ഏതൊക്കെ സ്റ്റോക്സ് നമ്മൾ ശ്രദ്ധയോടെ മാറി നിൽക്കണം എന്നുള്ളതാണ്. ഷോർട്ട് ടേം ട്രേഡ്സ് എന്തായാലും ഈ ഒരു അവസ്ഥയിൽ വർക്കാവാൻ പോകുന്നില്ല. മീഡിയം ടേം ട്രേഡ്സ് ആണ് ഞാനിപ്പം കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു പ്ലാനോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ലിസ്റ്റ് മൊത്തവും നമ്മൾ ഇടുന്ന വാച്ച് ലിസ്റ്റ് മൊത്തവും ഡൗൺ സൈഡ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് പ്രഷറാണ് നേരിടുന്നത്. ഇപ്പോൾ ജംന ഓട്ടോ ഒക്കെ ഞാൻ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മീഡിയം ടേം പിക്കായിട്ട് തന്നെ ഹോൾഡ് ചെയ്യണം. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാം ഒരു സെല്ലിംഗ് പ്രഷർ നേടുന്ന ഒരു അവസ്ഥയിൽ തന്നെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. എന്തായാലും വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പം മീഷോ, ഐസിൽ. ഇപ്പം ഐസിൽ ഇന്നലെ ടാർഗറ്റ് ഹിറ്റ് ചെയ്ത ഒരു സ്റ്റോക്കാണ്. അപ്പം കണ്ടില്ലേ, ഇവിടെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. മാർക്കറ്റിൻ്റെ ഒരു പൊതുവായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ എല്ലാ സ്റ്റോക്സിനെയും ബാധിച്ചിട്ടുണ്ടെന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കണേ, ലെൻസ് കാർട്ട് ഞാൻ വാങ്ങിയ സ്റ്റോക്കാണ്. അപ്പം മാർക്കറ്റിന് ഒരു ഗുഡ് മൊമെൻറ്റം കിട്ടുന്നില്ല. കാര്യം ഇത്രയുള്ള ഒരു ഓവറോൾ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് ടോട്ടലി നമുക്ക് ഇവിടെ ബാധിക്കുകയാണ്. നമുക്ക് നോക്കണം, ICICI ബാങ്ക്,
ബാങ്കിങ് സ്റ്റോക്കുകൾ, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, ഇതൊക്കെ ഞാൻ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള സ്റ്റോക്കാണ്. മാർക്കറ്റിൽ വളരെ ചുരുങ്ങിയ സ്റ്റോക്സ് മാത്രമേ കറക്റ്റ് ഒരു പെർഫോമൻസ് ലെവലിൽ പെർഫോം ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ JBM ഓട്ടോയൊക്കെ ഞാൻ വാച്ച് ചെയ്യുന്ന ഒരു സ്റ്റോക്കാണ്. ഇന്നലെ അത്യാവശ്യം നല്ലൊരു ക്ലോസിങ്, മെനഞ്ഞാലത്തെ ഇതിനെ കാട്ടി നല്ലൊരു ക്ലോസിങ് കിട്ടിയിട്ടുണ്ട്. ബട്ട് നമുക്കൊരു ടോട്ടൽ സ്ട്രെങ്ത് എന്നുള്ള ഇതിലേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ ഒരുപാട് സ്റ്റോക്സ് വെച്ചിട്ടുണ്ട്. കൊഫോർജ് ഞാൻ ഇന്നലെ പഠിച്ചുകൊണ്ടിരുന്ന സ്റ്റോക്കാണ്, ഞാൻ വിട്ടുപോയി. പക്ഷേ രാവിലെ ഒന്ന് പെർഫോം ചെയ്തു. പക്ഷേ ക്ലോസിങ്ങും വളരെ മികച്ചതാണെന്നൊന്നും പറയാൻ കഴിയത്തില്ല, മേ ബി പെർഫോം ചെയ്യും. അപ്പോൾ ഇതുപോലെ ഇങ്ങനത്തെ ഒരു സ്ട്രെങ്ത് വരുന്നവരേക്ക് നമുക്ക് വീണ്ടും മാർക്കറ്റിൽ കോഷ്യസ് ആയിട്ട് ഇരിക്കേണ്ട സമയമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ആക്റ്റീവായിട്ട് ഉള്ളവർക്ക് അറിയാം, ഇന്നലെ ഞാൻ ആക്റ്റീവ് അല്ലായിരുന്നു. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർക്ക് കൂടുതൽ ജോയിൻ ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റ് ആക്റ്റീവ് ആവുന്ന മുറയ്ക്ക് നമുക്ക് കൂടുതൽ സ്റ്റോക്സ് എല്ലാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ലിങ്ക് കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ താങ്ക് യു.